പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയകാമ കന്യ കണ്ടുണർന്നുവോ, ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുന്നിമണിക്കുന്നിലെ തെന്നലിങ്ങ് വന്നുവോ, നിന്നു ചാമരങ്ങൾ വീശിയോ, മുത്തുമണിമേട്ടിലെ ചിത്രചിറ്റലാംഗികൾ പത്മതാലമേന്തി നിന്നുവോ, കുയിലുകൾ പാടിയോ, കുരുവികൾ കൂടിയോ, കുയിലുകൾ പാടിയോ, കുരുവികൾ കൂടിയോ, തുരവകളിൽ തെളിഞ്ഞു പഞ്ചവാദ്യമേളം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയഗ്രാമ കന്യ കണ്ടുണർന്നുവോ. സ്നേഹസ്വരൂപാണി കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ. നല്ലതേ തോന്നാവൂ, നല്ലതേ ചൊല്ലാവൂ, നല്ലതേ ചെയ്യാവൂ നിന്റെ കൃപയാൽ. നല്ലതേ തോന്നാവൂ, നല്ലതേ ചൊല്ലാവൂ, നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാൽ. എന്നും അതിനുള്ള ബോധ്യം ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. കാരുണ്യം പോലുന്ന സ്നേഹസ്വരൂപാന് കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സ്ഥാനീയരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ സമിതിയുടെ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ,
നേരത്തെ ഈ പ്രോഗ്രാം അത് തുടങ്ങുകയാണ്. 7 മണിക്ക് നാടൻപാട്ടും കാര്യങ്ങളുമൊക്കെ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ സാംസ്കാരിക സമ്മേളനം കുറച്ച് നേരത്തെ ആക്കേണ്ടി വന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഈ സാംസ്കാരിക സമ്മേളനത്തിന് എത്തിയ വിശിഷ്ടാതിഥികൾ തന്നെയാണ് ഈ പ്രാവശ്യം ഉള്ളത്. നമ്മുടെ സമിതിയെപ്പറ്റി പറയുകയാണെങ്കിൽ 12/10/2003 വെറും 17 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിട്ട് നമ്മൾ ശ്രീ കണ്ടകാനസ്വാമി ക്ഷേത്രത്തിൽ കൂടുകയുണ്ടായി. അവിടെ വെച്ചൊരു കമ്മിറ്റി രൂപീകരിച്ച് നമ്മൾ 2004 മുതുകാട്ടുകര എന്ന് പറയുന്ന ഒരു കരയുടെ കാളെ വാടകയ്ക്കെടുക്കുകയും വാടകയ്ക്കെടുത്ത് കൊണ്ടുപോവുകയും 22,000 രൂപ നമുക്ക് മിച്ചമുണ്ടാകുകയുണ്ടായി. ആദ്യമായിട്ട് 100 രൂപ വരിയിട്ടാണ് നമ്മൾ ഓരോ അംഗങ്ങളെ ചേർത്തിരുന്നത്. ആ അംഗങ്ങളെ ചേർത്തതിൽ നിന്നുള്ള സ്വരൂപിച്ച പൈസ ഉൾപ്പെടെ നമുക്ക് 22,000 രൂപ മിച്ചത്തിലാണ് നമ്മൾ ആദ്യത്തെ വർഷം നമുക്ക് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് 2005 വീണ്ടും സ്വന്തമായിട്ട് ആദ്യത്തെ വർഷം വാടകയ്ക്ക് എടുക്കുകയും 2ാമത്തെ വർഷം സ്വന്തമായിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ സമിതി കൈക്കൊണ്ടത്. തീർച്ചയായിട്ടും 2005 നമ്മൾ സ്വന്തമായിട്ട് കാളെ നിർമ്മിക്കുകയും ഏകദേശം 40,000 രൂപയോളം മിച്ചമുണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഇവിടെ സുനാമി കയറിയത്. ആ സുനാമിയിലും നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ക്യാമ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്തു. ആ ക്യാമ്പ് വളരെ വിജയമായിരുന്നു. 2006 നമ്മൾ സ്വന്തമായിട്ട് നെറ്റിപ്പട്ടം ഏകദേശം 2-2.5 ലക്ഷം രൂപ വില വരുന്ന നെറ്റിപ്പട്ടം നമ്മൾ സ്വന്തമാക്കിയുണ്ടായി. അത് കഴിഞ്ഞ് 2007 നമ്മൾ കുടമണി സ്വന്തമാക്കി. 2008-2009 നമ്മൾ കഴിഞ്ഞ സാംസ്കാരിക സമ്മേളനത്തിൽ ഇവിടെ വസ്തുവിന്റെ പൈസ ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വിശിഷ്ടാതിഥികൾ അറിയാനും കൂടി ആണ്. ആ ആഗ്രഹവും നമുക്ക് സഫലീകരിക്കാൻ പറ്റി. നമ്മൾ ഏകദേശം 8.5 സെന്റ് സ്ഥലം നമ്മൾ മേടിക്കുകയുണ്ടായി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 7 കൊല്ലം കൊണ്ട് നമ്മുടെ ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്യുകയും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിയാതെ എല്ലാ കാര്യങ്ങളും നടത്തിയ കൂട്ടത്തിൽ നമുക്ക് ഏകദേശം നമ്മുടെ സമിതിക്ക് ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ ആസ്തിയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുകയും പിന്നെ പല കെട്ടുകാള കമ്മിറ്റിയേക്കായാലും കണക്കുകൾ അവതരിപ്പിക്കുന്നതായാലും നമ്മുടെ കൂടുതൽ വലിയ എമൗണ്ടുകളൊന്നും ഇല്ലാതെയാണ് നമ്മൾ തുടങ്ങിയത്. അത്താഴപ്പട്ടിക്കാരന്റെ 10 രൂപ കൊണ്ട് തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം വളരെ വളർന്ന് പന്തലിച്ച് വരികയാണ്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി, കഴിഞ്ഞ പ്രാവശ്യം വസ്തു മേടിക്കുന്നതിന് 1 സെന്റ് സ്ഥലത്തിന്റെ പൈസ തരാമെന്ന് പറഞ്ഞ നമ്മുടെ വിനോദ് കണ്ണാവത്ത്, അദ്ദേഹത്തിന്റെ അച്ഛൻ കണ്ണാവത്ത് കൃഷ്ണൻകുട്ടിപ്പിള്ള അവർ തീർച്ചയായിട്ടും